ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല പഞ്ഞി പോലത്തെ റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ? വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ₹1 ചിലവില്ലാതെ ഞാനിടുന്ന വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാവുന്നതാണ്. അപ്പം ഞാൻ കേക്കുകൾ മാത്രമല്ല കേട്ടോ, എല്ലാത്തരം ബേക്കറി ഐറ്റങ്ങളും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ, നല്ല കപ്പ് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കിത് തയ്യാറാക്കി സെയിൽ ചെയ്യാവുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ ചെറു ചൂട് പാലെടുക്കണേ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വിനാഗിരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് കുറച്ച് നേരമാകുമ്പോൾ ചെറുതായിട്ട് പിരിഞ്ഞ് വരും കേട്ടോ. അടുത്ത ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. 120 ഗ്രാം മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇതൊന്ന് കുറച്ച് അരിച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചേർക്കരുത്, എങ്കിൽ നമുക്ക് ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു കളർ ചെറുതായിട്ട് മാറി വരും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ച ശേഷം ആ ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇവിടെ ഒരൊക്കെ അരിച്ചെടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലതുപോലെ ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ബൗൾ എടുക്കുമ്പോൾ ഒട്ടും ഈർപ്പമില്ലാത്ത ബൗൾ തന്നെ എടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പീഡ് കൂട്ടി തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര അല്ല ചേർത്ത് കൊടുക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1/2 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 1/2 കപ്പും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. കാരണം ആ ഒരു പഞ്ചസാര നമ്മൾ പൊടിക്കാതെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ അത് അലിഞ്ഞ് നല്ല മിക്സായി വരണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പഞ്ചസാര എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ ഒരു വെള്ള കളറായി കിട്ടണം ആ ഒരു മുട്ട. ഇതുപോലെ നല്ലതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമ്മളിതിനെ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ സ്പീഡ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അധികം നമ്മളിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് നമുക്ക് കേക്കിന് അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നത് നല്ല റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രീമിയത്തിൻ്റെ ഇവിടെ ജെൽ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3-4 തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നമുക്ക് കളറ് കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് കളറൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യമായിട്ടാണ് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ടയൊക്കെ പതഞ്ഞതൊക്കെ താന്നു പോകും. അതുകൊണ്ട് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലത്തെ ചായ കപ്പിലാണ്, പേപ്പർ കപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലൊരു സ്റ്റീൽ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ പേപ്പർ കപ്പ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ കപ്പിനകത്ത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ചരിഞ്ഞ് പോകാതെ നല്ല ലെവലായിട്ട് കിട്ടും കേട്ടോ.
അപ്പം ഞാൻ അതവിടെ ആ കപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി അളവിൽ മാത്രമേ ഒഴിക്കാവൂ. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ പൊങ്ങി വരുമ്പോൾ അത് പുറത്തൊക്കെ ഒലിച്ച് ഒട്ടും തന്നെ ഭംഗി കാണില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പകുതി അളവിൽ മാത്രം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പകുതി അളവിൽ എല്ലാ കപ്പിലും ഞാൻ അത് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് തട്ടി കൊടുക്കണം. അതിന് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതവിടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. ഇനി നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് ചൂടാക്കി അലുമിനിയം പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് ഒരു 25-30 മിനിറ്റിനകത്ത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതവിടെ കേക്ക് വെച്ചിട്ട് ഇവിടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ കേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ കരിയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയില്ല, നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ കൊടുക്കുന്ന കാര്യങ്ങളും അളവുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോവല്ലേ കേട്ടോ.